صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിൻ്റെ മുഴുവൻ മഹത്വങ്ങളും ഉൾക്കൊള്ളുവാനും അതിൻ്റെ പ്രതിഫലം ലഭ്യമാവുകയും ചെയ്യുവാനും ലൈലത്തുൽ ഖദ്റിൻ്റെ അനുഗ്രഹീത രാവുകളിൽ ഉൾപ്പെടാനുമൊക്കെ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലേക്ക് പോകുമ്പോൾ മുഅ്മിനായി പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിരവധി ആളുകൾ രോഗത്താൽ കഷ്ടപ്പെടുകയാണ്. അള്ളാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം സാലിഹായ ഉദ്ദേശങ്ങൾ അള്ളാഹു നമുക്കെല്ലാം സഫലീകരിച്ച് തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എല്ലാവരെയും ഒരുപോലെ സമ്പന്നന്മാരാക്കിയില്ല, എല്ലാവരെയും ഒരുപോലെ ദരിദ്രരുമാക്കിയില്ല. സമ്പന്നന്മാരായ ആളുകളുടെ കയ്യിൽ അള്ളാഹു മുതലുകൾ കൊടുത്തു. എന്നിട്ട് അള്ളാഹു അവരോട് പറഞ്ഞത്: അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅ്തിയ അഹദകുമുൽ മൗത്ത്. നിങ്ങൾക്ക് മരണം ആസന്നമാകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കണം. അത് സ്വാഭാവികമായും സമ്പത്ത് കയ്യിൽ കിട്ടിയവന് മരണം വരെ ചെലവഴിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ടാണ് അള്ളാഹു മിൻ ഖബ്ലി അൻ യഅ്തിയ അഹദകുമുൽ മൗത്ത്, മരണം ആസന്നമാകുന്നതിന് മുമ്പ്, മരണം ആസന്നമാകുന്നത് വരെ ഒരുവിധം ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാനോ സദഖ കൊടുക്കാനോ കഴിയില്ല. മരണം ആസന്നമായാൽ ചില ആളുകൾ പറയാറുണ്ട്: ലി ഫുലാനിൻ കഥ ഒലി ഫുലാനിൻ കഥ, ഇന്ന ആൾക്ക് ഇത്ര കൊടുത്താളി, ഇന്ന ആൾക്ക് ഇത്ര കൊടുത്താളി. അല്ലാഹുവിൻ്റെ റസൂൽ പറയാം, അത് നീ പറയേണ്ട ആവശ്യമില്ല, അത് അയാൾക്കാണ്. എൻ്റെ അവസരം കഴിഞ്ഞു, നിന്റെ അവകാശവും കഴിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്: അൻഫിഖൂ, ചെലവഴിക്കണം, മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅ്തിയ അഹദകുമുൽ മൗത്ത്, മരണം ആസന്നമാകുന്നതിന് മുമ്പ്. മരണം ആസന്നമാകുന്നത് വരെ പിശുക്ക് മനുഷ്യനെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു: ഒമൻ യൂക ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരാണോ പിശുക്കിൽ നിന്ന് രക്ഷപ്പെടുന്നവൻ അവരാണ് വിജയിച്ചവർ. അവർക്ക് എങ്ങനെ ചെലവഴിക്കാൻ കഴിയും? സമ്പത്ത് കയ്യിൽ കിട്ടിയാൽ അങ്ങനെ എടുത്ത് ചെലവാക്കാൻ കഴിയില്ല. ഞാൻ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ മുതൽ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുക, അതിനിപ്പോൾ തൽക്കാലം കഴിയില്ല എന്നേ പറയുള്ളൂ. പക്ഷെ മരണം ആസന്നമാകുന്നതിന് മുമ്പ് ചെലവാക്കണം. എന്നാലും മരണം ആസന്നമായാൽ അതുവരെ ചെലവഴിക്കാത്ത ആളുകൾ അള്ളാഹിനോട് പറയും: പടച്ചോനെ, നീ ഒരല്പസമയം എനിക്ക് ബാക്കി തരികയാണെങ്കിൽ ഫഅസ്സദ്ദഖ വഅകുൻ മിന സാലിഹീൻ, ഞാൻ സദഖ കൊടുക്കാം, സക്കാത്ത് കൊടുക്കാം, ഞാൻ സൽക്കർമ്മിയായി നീ പറയുന്നത് പോലെ ജീവിച്ചോളാം. അതിന് അള്ളാഹിന്റെ മറുപടി: വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് നിനക്ക് ഭൂമിയിലെ ശ്വാസം അള്ളാഹു അനുവദിക്കൂല. ഒരു സെക്കൻഡ്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. എന്താ കാരണം? വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ എന്തൊക്കെ പ്രവർത്തിക്കും എന്തൊക്കെ പ്രവർത്തിക്കുകയില്ല എന്ന് അള്ളാഹ്ക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് തരൂല. ഒരു സെക്കൻഡ് തന്നാൾ പഠിച്ചോനെ എന്ന് പറയുമ്പോൾ എന്തിനാ സെക്കൻഡ്? കച്ചവടം വലുതാക്കാനല്ല, മോളെ കെട്ടിക്കാനല്ല, മോനെ പഠിപ്പിക്കാനല്ല, ഒന്നിനല്ല. പിന്നെന്താ വേണ്ടത്? ഫഅസ്സദ്ദഖ വഅകുൻ മിന സാലിഹീൻ. സദഖ കൊടുക്കാനാ, വേറൊന്നും വേണ്ട. വേറൊരു പണിയില്ല എനിക്ക് അതേ വേണ്ടൂ. അങ്ങനെ ഒരുപാട് ആളുകൾ പിശുക്ക് കൊടുക്കുകയില്ല.
അള്ളാഹു പറഞ്ഞു വലാ യഹ്സബന്ന അല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളി. അള്ളാഹ് കൊടുത്ത അനുഗ്രഹത്തിൽ പിശുക്ക് കാണിക്കുന്നവരാരോ അവർ വിചാരിക്കണ്ട അതവർക്ക് ഖൈറാണെന്ന്. ബൽ ഹുവ ശർറുൽ ലഹും, അത് അവർക്ക് അപകടമാണ്. എന്താ അപകടം? സയുത്തവ്വഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അവർ പിശുക്ക് കാണിച്ച സമ്പത്ത് അവരുടെ കഴുത്തിൽ കണ്ഠാഭരണമായി നരകാഗ്നി കൊണ്ടുള്ള കണ്ഠാഭരണമായി അണിയിക്കപ്പെടും. അപ്പം അതുകൊണ്ട് സക്കാത്ത് കൊടുക്കാതെ പിശുക്കണ്ട. അല്ലാണ്ട് വെറും ഉപവാസവും ഖിയാമുല്ലയിലും തഹജ്ജുദ് അതിന്റെ തർക്കമായിട്ട് നടക്കണ്ട. അതിലും വലിയ തർക്കമായി നടക്കേണ്ടത് ഇതാണ്, എന്ത്? സക്കാത്ത്. അത് വലിയ പണിയാണ്, അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയോ, നിസ്കരിക്കഴിഞ്ഞാൽ ഫർദ് നിസ്കരിക്കഴിഞ്ഞാൽ കാഫറാവും അല്ലേ? എന്നാൽ സുന്നത്ത് നിസ്കരിക്കാത്ത കാഫറാവോ? ഇല്ല. പക്ഷെ സക്കാത്ത് കൊടുക്കാത്തവനെ മുശ്രിക്കാവും. അതാരും അറിയുന്നില്ല. ഞാൻ മുശ്രിക്കായിട്ടാണ് മരിക്കുന്നത്. ഫവൈലുൽ മുശ്രിക്കീൻ അല്ലദീന ലാ യൂതൂന സക്കാത്ത്. സക്കാത്ത് കൊടുക്കാത്ത മുശ്രിക്കീങ്ങൾ എന്നാ ഖുർആൻ പറഞ്ഞു. ഉണ്ടോ? അവർക്ക് നാശമാണ്. അപ്പൊ സക്കാത്ത് നിർബന്ധമായും കൊടുത്തോളൂ. പക്ഷെ സക്കാത്ത് അങ്ങനെ പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ കഴിയില്ല. എല്ലാവർക്കും പലതരം ഐഡിയകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് അള്ളാഹ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സക്കാത്ത് കൊടുക്കാത്ത ഒരു തോട്ടക്കാരെ, ഒരു സക്കാത്ത് കൊടുക്കുന്നത് നിഷേധിച്ച ഒരു തോട്ടക്കാരെ അള്ളാഹു ഒരു കഥയായി നമ്മളുടെ മുമ്പിൽ വിശദീകരിക്കുന്നുണ്ട് സൂറത്തുൽ കലമിൽ. സക്കാത്ത് കൊടുക്കാൻ മുസ്ലിം ലോകം തുടങ്ങിയിട്ട് ഏറെക്കാലായി അല്ലേ? സക്കാത്തിന്റെ ലക്ഷ്യം എന്താ ഇസ്ലാമില്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഇത്ര കാലം കൊടുത്തിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടന്നവിടെ കേരളത്തിലില്ല. എന്തുകൊണ്ട്? സക്കാത്തല്ല കൊടുത്തത്, ചക്കാത്താണ്. അതാണ്. സക്കാത്ത് കൊടുത്താൽ യഥാർത്ഥത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം വേണം. ഇവിടെ കൊടുക്കുന്നവൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എല്ലാ കൊല്ലവും, വാങ്ങുന്നവൻ എല്ലാ കൊല്ലവും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സക്കാത്തതാണ്. എന്തുകൊണ്ട്? അത് കൃത്യമായിട്ടല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആര് ചെയ്യുകയാണെങ്കിലും, സംഘടിത സക്കാത്ത് കൊടുക്കുന്നവരായാലും അതിന്റെ കൃത്യമായ തോതിലല്ല ഇത് നടക്കുന്നത്. അത് ശരിക്ക് ഒരു ദരിദ്രനായ ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നം തീർക്കാൻ, അവന്റെ പ്രശ്നം തീർക്കാൻ ഇനി അവനിൽ പ്രശ്നം ഉണ്ടാവരുത്. അത് രേഖ എഴുതി വെക്കണം. ഇന്ന കൊല്ലം ഇന്ന സക്കാത്ത് കമ്മിറ്റിയിൽ നിന്ന് പണം വാങ്ങിയിട്ടുള്ള വിവരം അറിയിക്കണം. അത് എഴുതി വെക്കാൻ ആള് വേണം. എല്ലാ കൊല്ലവും കുറെ ആളുകൾ എനിക്ക് വീടില്ല, നമ്മളെ വീട് കടത്തിലാണ്, ബാങ്കിൽ പണയത്തിലാണ്, മോളെ കെട്ടിക്കാണ്ട് പണ്ടം ചോദിച്ചിട്ട് മോളെ പുരേ കൊണ്ടാക്കിയാണ് പിയാപ്പിള. അതിനൊന്നും സക്കാത്തിന്റെ മോൾ കൊടുക്കാൻ പാടില്ല. സക്കാത്തിന്റെ മുതൽ ആർക്കാ കൊടുക്കേണ്ടത് അള്ളാഹ് പറയുന്നുണ്ട്. പറയാം ആർക്കാന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആർക്കാ കൊടുക്കേണ്ടത്. അവർക്ക് കൊടുക്കുമ്പോൾ അത് വീടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞെന്താ, സക്കാത്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒരു സമ്പന്ന കുടുംബം ഒരു ഐഡിയ ഉപയോഗിച്ചു. അത് അള്ളാഹ് പറയാം. ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന ഇദ് അഖ്സമൂ ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ. ഇന്നാ ബലൗനാഹും, നാം മക്കക്കാരെ പരീക്ഷിച്ചു. കമാ ബലൗന അസ്ഹാബൽ ജന്ന, ഒരു തോട്ടക്കാരെ പരീക്ഷിച്ചതുപോലെ മക്കയിലുള്ള സമ്പന്നന്മാരെ അള്ളാഹു പരീക്ഷിച്ചു. അതെന്താ ആ പരീക്ഷണം? ഇത് അക്സമു, ആ തോട്ടക്കാർ സത്യം ചെയ്തു പറഞ്ഞു, ലെ യസ്രിമുന്നഹ മുസ്ബിഹീൻ, പാവങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളുടെ തോട്ടത്തിലെ മുഴുവൻ വിഭവങ്ങളും പറിച്ചെടുക്കും എന്ന് സത്യം ചെയ്തു പറഞ്ഞു. രാവിലെ പോയി പറിക്കുക ഈ പാവങ്ങളൊക്കെ എണീക്കുന്നതിന് മുമ്പ്, എന്നാ കൊടുക്കണ്ടല്ലോ. അതിനുവേണ്ടിയാണ് ഒരു തീരുമാനിച്ചത്. ഖുർആൻ പറയാം, വലാ യസ്തസ്നൂൻ, ആ പാവങ്ങളുടെ ഹക്ക് അവർ മാറ്റിവെച്ചില്ല. ഫതാഫ അലൈഹിം തായിഫും മിർ റബ്ബിക് വഹും നായിമൂൻ, അവർ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ ഒരു ശിക്ഷ ആ തോട്ടത്തെ ബാധിച്ചു, കത്തിക്കരിഞ്ഞുപോയി. ഏത്? ഈത്തപ്പഴങ്ങളും മുന്തിരിയും ആപ്പിളും നിറഞ്ഞു നിൽക്കുന്ന തോട്ടം ഒന്നിച്ചിട്ട് ഒരൊറ്റ നേരം രാത്രി ഇരുട്ടി വിളിക്കുമ്പോഴേക്കും മുഴുവൻ കത്തിക്കരിഞ്ഞു. ഇത് അള്ളാഹു ദുനിയാവിൽ കൊടുത്ത ശിക്ഷ. മുമ്പൊക്കെ നമ്മൾ പറയാറുണ്ട്, എന്ത്, ചില ആൾക്കാർ സർക്യം കൊടുക്കൂല, തിന്നൂല്ല, ഉടുക്കൂല്ല, പിശുക്കി പിശുക്കി വെക്കും അല്ലെ? ചില അമ്മാവരൊക്കെ, വല്യമാര്, പഴയ വല്യമാര്, അന്നൊക്കെ മക്കള് പറയും, ആ പുരയുള്ള വല്യമ്മ നയിച്ച പൈസ ആർക്കും കൊടുക്കൂല്ല, തിന്നൂല്ല, തീറ്റിക്കൂല്ല അല്ലേ? എന്നിട്ട് അവസാനം ആ പുരയുള്ള ഏതെങ്കിലും കള്ളച്ചക്കൻ കട്ടുകൊണ്ടുപോകും. എന്നിട്ട് ഉമ്മ നന്നെത്തട്ടി വിളിക്കുക, ഈ ആമ മുട്ടട്ടമായിരുന്നു പെറുക്കിക്കൂട്ടി വെക്കുക. ചിലവര് അതിൻ്റെ കുറെ മുമ്പ് ഉമ്മാര് പൈസ സൂക്ഷിക്കുന്ന സ്ഥലം ഈ മുളല്ലേ, നമ്മളെ ഓടിന്റെ ആ മുളന്റെ അവിടെ ഓട്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ നോട്ടിടുക. അങ്ങനെ ഒരു കുറച്ചു കാലം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ കംപ്ലീറ്റ് ചെല്ലുന്നു. അതുപോലെ സക്കാത്തിന്റെ മുതൽ
പാവങ്ങളുടെ അവകാശം കൊടുക്കാതെ നിങ്ങൾ എടുത്തു വെച്ചാൽ ദുനിയാവിലും ശിക്ഷ ഉണ്ട് താൻ സൂചിപ്പിച്ചത്. അങ്ങനെ അല്ല പറയാം, നേരം വെളുത്തവർ നോക്കുമ്പോൾ അവരുടെ തോട്ടം അസ്ബഹത്ത് കസരീം എല്ലാം കത്തിക്കരിഞ്ഞു പോയിരിക്കുന്നു. ഫതനാദൗ മുസ്ബിഹീൻ, അതിന്റെ മുതലാളിമാർ എന്ത് ചെയ്തു? നേരം വെളുക്കുമ്പോൾ തന്നെ അവർ പുറപ്പെടാൻ തീരുമാനിച്ചു ഓരോ തോട്ടത്തിലേക്ക്. ഇതൊക്കെ പറിച്ചെടുക്കാൻ. അനിഗദു അല ഹർസിക്കും ഇൻ കുൻതും സാരിമീൻ, അതാണ് അവർ പറയുന്നത്. ജ്യേഷ്ഠന്മാരാ പറയുന്നത്, നമുക്ക് നിങ്ങൾ പുറപ്പെടുന്നുണ്ടെങ്കിൽ വേഗം പുറപ്പെടി, രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് പോകണം എന്ന് ഒരു മകൻ മറ്റു മക്കളെ വിളിച്ച് പറയണം. അപ്പോഴോ ഫൻതലക്കു വഹും യതഖാഫത്തുൻ, അങ്ങനെ അവരുടെ തോട്ടത്തിലേക്ക് പോവുകയാണ്. ശബ്ദം കുറച്ച് സംസാരിച്ചിട്ട്, ശബ്ദം ഉറക്കെ സംസാരിച്ചത് ചിലപ്പോൾ മലയാളി ഈ പാവപ്പെട്ടവന് അറിയല്ലോ, അതുകൊണ്ട് പതുക്കെ സംസാരിച്ചു പോയി എന്നാ. എന്നിട്ട് പറയാം, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പറയാം, അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ, ഇന്നൊരു പാവപ്പെട്ടവനും നമ്മളെ തോട്ടത്തിലേക്ക് വരില്ല. കാരണം ഇത് പറിച്ചെടുക്കുമ്പോൾ സക്കാത്ത് കൊടുക്കല്ലോ, അപ്പൊ ഒറ്റ കുട്ടീന് കയറൂല. വഗദൗ അലാ ഹർദിൻ ഖാദിരീൻ, അവർ ഫലം കൊയ്തെടുക്കാൻ കഴിവുള്ളവരായിക്കൊണ്ട് ആ തോട്ടത്തിലേക്ക് ചെന്നു. അങ്ങനെ ഓരോ തോട്ടത്തിലേക്ക് ചെന്നപ്പോൾ ഫലമ്മാ റഔഹാ ഖാലു ഇന്നാ ലളാലൂൻ, ആ തോട്ടം അവർ കണ്ടപ്പോൾ കത്തിക്കരിഞ്ഞു കിടക്കുന്നു കണ്ടപ്പോൾ, ഇത് നമ്മളെ തോട്ടമല്ലല്ലോ, നമുക്ക് വഴി തെറ്റിപ്പോയോ, നമ്മൾ തോട്ടത്തിലേക്കല്ലേ വന്നത്, വേറെ ഏതെങ്കിലും തോട്ടത്തിലേക്ക് എത്തിപ്പോയോ? നമ്മൾ ഇന്നലെ വരെ കാണുമ്പോൾ നിറഞ്ഞു പൂത്ത് ഉല്ലസിച്ച് നിൽക്കുന്ന ഈത്തപ്പഴങ്ങളും അതോടൊപ്പം മുന്തിരികളും ആപ്പിളുകളും എല്ലാവിധ ഫ്രൂട്ട്സ് ഐറ്റംസുമുള്ള ഒരു തോട്ടം നേരം വെളുക്കുമ്പോൾ കത്തിക്കഴിഞ്ഞു. ഇത് നമ്മളതല്ല എന്നാ പറയുന്നത്, ഇത് നമ്മളെ തോട്ടമല്ല. പക്ഷേ അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു, ബൽ നെഹ്നു മഹ്റൂമൂൻ, പക്ഷേ അള്ളാഹു നമ്മളുടെ എല്ലാ തോട്ടത്തിന്റെ അനുഗ്രഹങ്ങളും നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അവരെന്നെ പറയാം. അപ്പൊ അള്ളാഹു ദുനിയാവിൽ ശിക്ഷ തരും. സക്കാത്തും സദക്കയൊന്നും കൊടുക്കാത്ത മുതൽ കയ്യിൽ വെച്ചിട്ട് മരിക്കോളം പിശുക്ക് കാണിച്ച് ജീവിക്കേണ്ടതാണ് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ സക്കാത്ത് നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നാണ്. ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന രണ്ട് നിലക്ക് കൊടുക്കാം. ഒന്ന് വ്യക്തികൾക്ക് തന്നെ കൊടുക്കാം, വിരോധമൊന്നുമില്ല, അതും അനുവദനീയമാണ്. പക്ഷെ ഏറ്റവും നല്ല സക്കാത്ത് വിതരണം സംഘടിതമാണ്, എന്നാലേ ഇസ്ലാം ഉദ്ദേശിച്ച ഫലം നടക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ ഫലം നടക്കാത്തതിന് കാരണം പല കാരണങ്ങളുണ്ട്, അതിലേക്ക് വിരൽ ചൂണ്ടുന്നില്ല. ഉദ്ദേശിച്ച ഫലം കിട്ടണമെങ്കിൽ സക്കാത്ത് ശരിക്ക് സംഘടിക്കണം. ഓരോ മുതലാളിക്ക് എത്ര മുതലുണ്ട് എന്ന് ഇവിടെ ഉള്ള ഇപ്പൊ ഈ മഹല്ല്, ഇപ്പൊ ഇവിടെ മഹല്ലൊന്നുമില്ല, ടൗണിനകത്തൊന്നും മഹല്ലുണ്ടാവില്ല. കാരണം ടൗണിൽ ഓരോരുത്തർ വന്ന് കൂടുന്നു, ഓല് കുറച്ചു കാലം ഇവിടെ കുറച്ചു കാലം ഫ്ലാറ്റിൽ നിൽക്കുക, കഴിഞ്ഞ് ഓല് വാടക കഴിഞ്ഞ് ഓല് പോകും. അപ്പോൾ ഇവിടെ ഫ്ലാറ്റൊന്നും ഇവിടെ മഹല്ലൊന്നും നടക്കൂല. മഹല്ലുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അവർക്കൊക്കെ സംഘടിതമായി സക്കാത്ത് കൊടുക്കും. ഇവിടെ എത്ര മുതലാളിയുണ്ട്, ആ മുതലാളിക്ക് എത്ര മുതലുണ്ട്, എത്ര തെങ്ങുണ്ട്, അതിനൊന്ന് എന്ത് വരുമാനമുണ്ട്, എത്ര ഷോപ്പുണ്ട്, അതിനെന്ത് വരുമാനമുണ്ട്, എത്ര കമ്പനി ഉണ്ട്, അതിനെന്ത് വരുമാനമുണ്ട് എന്ന് കൃത്യമായി എഴുതി വെക്കാൻ ആളുകളാണ്. അങ്ങനെ സക്കാത്ത് അവരുടെതൊക്കെ ശേഖരിച്ച് അത് കൊടുക്കുമ്പോൾ കേരളത്തിൽ ഒരൊറ്റ പട്ടിണി പാവം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, എല്ലാവരും സമ്പന്നന്മാരായിട്ടുണ്ടാവും, എല്ലാവരും സക്കാത്ത് കൊടുക്കുന്നവരാവും. ഇത് കൊടുക്കുന്നവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു, വാങ്ങുന്നവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ സക്കാത്ത് അല്ലേ? വാങ്ങാൻ പറ്റുമോ? ഞമ്മക്കൊന്നുമില്ലായിട്ടല്ല ആചാരെ, ഇങ്ങോട്ട് തരിക ആചാരെ, നമ്മൾ കഴിഞ്ഞ കൊല്ലം നിങ്ങളടുത്ത് വന്നീനി, നിങ്ങൾ ഇത്ര തന്നീനി. വേറൊരു ടീം അങ്ങനെ, നിങ്ങൾ കഴിഞ്ഞ കൊല്ലം തന്നത് 5000 ഉറുപ്പ്യാണ്, ഇക്കൊല്ലം 10,000 തരണം, കുറച്ചും കൂടി കഷ്ടപ്പാടുണ്ട്. ഇത് വാങ്ങാനായിട്ട് നടക്കുന്ന ഒരു ടീമുണ്ട്, കൊടുക്കുന്ന ഒരു ടീമും. പക്ഷെ അത് പോരാ, വാങ്ങുന്നവർ കൊടുക്കുന്നവരായി മാറണം. പക്ഷെ അതിന് കുറച്ച് ലജ്ജയും ഉളുപ്പൊക്കെ വേണം കേട്ടോ. ചിലവർക്ക് വെറും വാങ്ങാൻ മാത്രമേ അറിയുള്ളൂ, ഒരു ഉളുപ്പുണ്ടാവില്ല. വാങ്ങാൻ ഇങ്ങനെ തെണ്ടി നടക്കുക. ഇപ്പം ആര് തെണ്ടുണ്ടെങ്കിലും പെണ്ണുങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇപ്പൊ ഒരു പർദ്ദട്ടായിരുന്ന അല്ലേ, പർദ്ദ തെണ്ടാനുള്ളൊരു സക്കാത്തിന്റെ പിരിവിനെടുക്കാനുള്ള ഒരു വസ്ത്രമായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. സക്കാത്ത് സെല്ലിന്റെ ആളുകൾ ഇങ്ങനെ തെണ്ടി അടുക്കണക്കൊന്നും കൊടുക്കൂല. ഈ മഹലിലുള്ള ആളായിരിക്കും. ഈ മഹലിലെ പ്രശ്നം തീർന്നതിന് ശേഷം അടുത്ത മഹലിലേക്ക് കിടക്കാൻ പാടുള്ളൂ. ആ മഹലിൽ പ്രശ്നം തീരുമ്പോഴേ അപ്പുറത്തേക്ക് കിടക്കാൻ പാടുള്ളൂ. ഈ കേരളത്തിന്റെ പ്രശ്നം തീരുമ്പോഴേ അടുത്ത സംസ്ഥാനത്തേക്ക് കിടക്കാൻ പാടുള്ളൂ. അപ്പോഴത് നടക്കുകയുള്ളൂ, സക്കാത്തിന്റെ യഥാർത്ഥ വഴി നടക്കുകയുള്ളൂ. അതിന് കുറച്ച് ആളുകൾ രംഗത്തിറങ്ങണം. അതിന് സക്കാത്ത് സെല്ലുകളുണ്ട് എല്ലായിടങ്ങളിലും. പക്ഷെ ആ സക്കാത്ത് സെല്ലിന്റെ പ്രവർത്തനം എത്രമാത്രം ഭദ്രമാണ് എന്ന് അത് നടത്തുന്നവർ ആലോചിക്കുക കേട്ടോ. ഏതാട്ടെ, നമുക്ക് നോക്കാം. ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലെ ഗവർണറായിട്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ചപ്പോൾ റസൂലുള്ള കൊടുത്തൊരു നിർദ്ദേശം, ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലി കിതാബ്,
നിങ്ങൾ പോകുന്നത് ജൂത ക്രിസ്ത്യാനികൾ താമസിക്കുന്ന നാട്ടിലേക്കാണ്. അതുകൊണ്ട് ഫദൂഹും ഇലാ ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ആദ്യം അവരോട് പ്രബോധനം ചെയ്യേണ്ടത് അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന കാര്യമാണ്. നിങ്ങൾ പോകുന്നത് യമനിലെ ഗവർണറായിട്ടാണ്. അവിടെ നിങ്ങൾ ചെന്നാൽ ആദ്യം ചെയ്യേണ്ട പണി അള്ളാഹിനെ പരിചയപ്പെടുത്തുക. പിന്നെ ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹിന്റെ ദൂതനാണെന്നും പരിചയപ്പെടുത്തണം. ഫൈൻ അതാവുക, അതവർ നിന്നെ അനുസരിച്ചാൽ ഫഅലിംഹും, നീ അവരെ പഠിപ്പിക്കണം, അന്നല്ലാഹ ഇഫ്തറദ അലൈഹിം 5 സലവാത്ത് ഫീ കുല്ലി യൗമിൻ വലൈല, ഓരോ രാവും പകലിലും അള്ളാഹു 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് പഠിപ്പിക്കണം. ആരെ ജൂത ക്രൈസ്തവ സമൂഹത്തെ അതാ പഠിപ്പിക്കേണ്ടത്. പിന്നെ ഫൈൻ അത്താവുക, അവർ നമസ്കാരവും കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ ഫഅലിംഹു, നീ അവരെ പഠിപ്പിക്കണം, അന്നല്ലാഹ ഇഫ്തറദ അലൈഹിം സദക്ക, അവർക്ക് സക്കാത്ത് നിർബന്ധമാണ്. ഉണ്ടോ? മുതലിന് സക്കാത്ത് നിർബന്ധമാണ്. ഉണ്ടോ? പിന്നിട്ടോ അങ്ങനെ അത് പഠിപ്പിച്ചാൽ തൂഹതുമിന്ന അഗ്നിയായും, നീ അവരുടെ സമ്പന്നന്മാരിൽ നിന്ന് അത് വാങ്ങണം, പിടിച്ചെടുക്കണം. എന്നിട്ട് ഫതുറദ്ദു അലാ ഫഖറായി, ദരിദ്രന്മാർക്ക് വിതരണം ചെയ്യണം. അതുപോലെ സംഘടിത ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പോഴത്തെ ചില പുരോഹിതന്മാർ, ചില പണ്ഡിതന്മാരും പറയുന്നെന്താ, സംഘടിതമായി സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വീടൂല. അതെന്താ? ഓൾക്ക് വീടൂല. അത് ശരിയാ. കാരണം ഇപ്പോൾ ഈ മഹലിൽ ഒരു 10 സമ്പന്നുണ്ട് നിൽക്കുക, ഞാനാണ് ഇവിടുത്തെ പണ്ഡിതൻ നിൽക്കുക, എല്ലാവരും ഇന്നെ വന്ന് വണങ്ങി എനിക്ക് 10,000 തരും അല്ലേ? അപ്പം ഞാൻ ഓരോരുത്തർ തരുമ്പോൾ എനിക്ക് എത്രയായി? 10 ആൾ തന്നപ്പോൾ എനിക്ക് 1 ലക്ഷമായി. 10,000 തന്നിട്ടുള്ളൂ. ഓനും അറിയാം ഇങ്ങനെ സൂചിപ്പിച്ചാൽ ഓനെ പറ്റി ഒന്നും പറയില്ല. അപ്പോൾ 10 ആൾ തന്ന് എനിക്ക് 1 ലക്ഷം റുപ്യയായി. 20 ആളുണ്ടെങ്കിലോ എനിക്ക് 2 ലക്ഷമായി. ഈ സ്വഭാവത്തിൽ പണ്ഡിതന്മാർ തിന്നുന്നാണ് ഖുർആൻ തന്നെ പറയുന്നത്. ഞങ്ങൾ അല്ല പറഞ്ഞിട്ട് വല്ലാത്ത വർത്താനം, അല്ലാഹ്ക്ക് ഇതൊക്കെ അറിയാലോ, ഈ മൊയ്ലിയന്മാർ ഇവിടെ വരുന്നു. അല്ല പറയാ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിതന്മാരും പുരോഹിതന്മാരുമായ ആളുകൾ യഅ്കുലൂന അംവാൽനാസ്, ജനങ്ങളുടെ സമ്പത്ത് തിന്നും. ആര്? ഈ പണ്ഡിതന്മാരും പുരോഹിതന്മാരും. ബിൽ ബാത്തിൽ, അന്യായമായിട്ട്. വയസുദ്ദൂന അൻ സബീലില്ല, അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയും ചെയ്യും. ശരിക്കും നടക്കേണ്ട പണി നിർത്തിവെപ്പിക്കും. എന്നിട്ടോ ബിദ്അത്തിന്റെ തുണിയും ശിർക്കിന്റെ പുതപ്പും പോച്ചാൽ നടക്കുക. ശിർക്കിന്റെ ഒരു പുതപ്പും ബിദ്അത്തിന്റെ ഒരു തുണിയും വൃത്തിയായില്ലേ? അതാപ്പം പണ്ഡിതന്മാർ. എന്നിട്ട് ആളുകളുടെ പണം തിന്നുന്നു. ഇത് പറഞ്ഞു ഉടനെ സൂറത്ത് തൗബ പിന്നെ പറഞ്ഞാ അറിയോ? അത് ഞാൻ പറഞ്ഞു തരുന്നത്, ഈ പണ്ഡിതന്മാർക്കൊക്കെ തിന്നുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അല്ല പറയാ, അല്ലദീന, അവരെന്ത് ചെയ്യുന്നു? വല്ലദീന യക്നിദൂന ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും സംഭരിക്കുന്നു. വലാ യുൻഫിഖൂനഹ ഫീ സബീലില്ലാ, അതിന് സക്കാത്ത് അവർ കൊടുക്കുന്നില്ല. കണ്ടോ? അല്ല പറയാ, സക്കാത്തിന്റെ തൊട്ട് മുമ്പാണ് പണ്ഡിതന്മാരും പുരോഹിതന്മാരും ജനങ്ങളുടെ മുതൽ തിന്നു പറഞ്ഞു. എന്താ കാരണം? ഇത് കൃത്യമായിട്ട് കൊടുത്താൽ ഇവിടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം വരും. പിന്നെ ഇവർ വിചാരിച്ച മാതിരി പണികൾ നടത്താൻ കഴിയില്ല. അപ്പൊ എന്ത് വേണം? വലിയ വലിയ ഉയരങ്ങളിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? സക്കാത്ത് സംഘടിതമായിട്ട് കൊടുക്കാൻ പാടില്ല. അപ്പൊ അതിന് എതിർക്കണം. അങ്ങനെ എതിർക്കുന്ന ഒരുപാട് പുരോഹിതന്മാരും പണ്ഡിതന്മാരും ഉണ്ട്. അതിനെന്തിനാ? യഅ്കുലൂന അംവാൽനാസ്, ജനങ്ങളുടെ ധനം തിന്നാനാ. ബിൽ ബാത്തിൽ, അന്യായമായി. ന്യായത്തിൽ നിന്നല്ല, ബാത്തിലായിട്ട്. എന്നിട്ട് യസുദ്ദൂന അൻ സബീലില്ലാ, അള്ളാഹിന്റെ മാർഗ്ഗം ജനങ്ങളെ തടയും ചെയ്യുക. ഇതിങ്ങനെ കൊടുത്താൽ സഹിയാവില്ല എന്ന് പറയാം. അങ്ങനെ അപ്പൊ ഉണ്ടാവും. അപ്പൊ ചിലവെന്ത് ചെയ്യും? ഇവർക്കിപ്പോ പിന്നെന്താ പറയാറിയോ? ഒരു സംഘടന വളർത്താനാണ്. സംഘടന വളർത്താനാണെങ്കിൽ സംഘടിത സക്കാത്ത് നടത്താൻ പാടില്ല, സക്കാത്തിൽ നടത്താൻ പാടില്ല, ഹറാമാണത്. നിങ്ങൾക്ക് സംഘടന വളർത്താനുള്ളതല്ല സക്കാത്തിന്റെ മുതൽ. ആ ഹക്ക ഒരു സംഘടന വളർത്താനും കൊടുക്കാൻ പാടില്ല സക്കാത്തിന്റെ മുതൽ. നമ്മളെ സംഘടനന്റെ ആൾക്ക് മാത്രം കൊടുക്കലല്ല, അതും സക്കാത്തല്ല. ഫക്കീറന്മാർക്ക് കൊടുക്കല അല്ലേ? ദരിദ്രന്മാർക്കും പാവങ്ങൾക്കും മിസ്കീന്മാർക്കും അല്ലേ കൊടുക്കേണ്ടത്? അല്ലാണ്ട് നമ്മളെ സംഘടനയിലുള്ള ആളാണ് ഓൻക്ക് കൊടുക്കുക, ഓൻ മറ്റവർക്ക് കൊടുക്കണ്ട. അങ്ങനെ ഏതെങ്കിലും സക്കാത്തിന്റെ കമ്മിറ്റിക്കാരുടെ മനസ്സിൽ തോന്നിയാൽ ഓൻ സൃഷ്ടിക്കപ്പെടും. ഞാൻ പറയുന്നത് ഗൗരവത്തിലാണ്. നമ്മളുടെ ആളില്ല, ഇസ്ലാമിന്റെ ആള് മുസ്ലിമാണോ, ഓന് കൊടുക്കാം കേട്ടോ. അവൻ കഷ്ടപ്പെടുന്നവനാണോ, കൊടുക്കാം. അത് നമ്മളെ ഈ മഹലിലാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ മഹലിലുള്ള ആൾക്കാർ, ഇവിടെ മഹലിൽ ഇപ്പൊ പുതിയ മഹലിൽ പാവപ്പെട്ട ആളുകൾ ഇല്ലെങ്കിൽ അടുത്ത മഹലിലേക്ക് കിടക്കാം, അവിടെ പാവപ്പെട്ടില്ലെങ്കിൽ അപ്പുറത്തേക്ക് കിടക്കാം. അപ്പൊ മൊത്തം നമുക്ക് രാജ്യം മുഴുവനും സമ്പന്നമായൊരവസ്ഥയിലേക്ക് മാറ്റാൻ കഴിയും. പിന്നെ നമ്മൾ ഈ പള്ളി തരങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പിരിവില്ലല്ലോ ഇവിടുത്തെ പള്ളിന്റെ കമ്മിറ്റിക്കാർ ആദ്യം എടുത്ത തീരുമാനം പിരിവെടുക്കേണ്ടതാണ്.
പിന്നെ പുറത്തുള്ള ആളുകൾക്ക് ഓൽക്കൊരു പിരിവ് എടുക്കണ്ടെങ്കിൽ അതാണ് ഇവിടെ വിളിച്ചു വരലുള്ളൂ. അല്ലാണ്ട് പുതിയറ പള്ളിക്ക് ഒരു പിരിവ് എടുക്കില്ല ഉണ്ടോ? അത് എടുക്കണ്ടെന്നാ പറഞ്ഞത്. പുതിയറ പള്ളിക്ക് പിരിവ് വേണ്ട. കാരണം അത് നടത്തിക്കൊണ്ടുപോകണ ആളുകൾ അത് നടത്തിക്കോളൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ പിരിവായിരുന്ന ആർക്ക് വേണ്ടിയാ വാങ്ങൽ? പല പള്ളികൾക്കും. ഈ പള്ളി ഉണ്ടാക്കുന്ന ആളുകൾ പള്ളി നടത്താൻ കഴിയാൻ ഉണ്ടാക്കരുത്. അത് വേറെ വിഷയമാണ്. 24 മണിക്കൂർ പിരിവിട്ട് നടക്കുക. അപ്പൊ റമദാൻ വരുന്നതിനെ ഒരു സന്തോഷമാണ് പിരിവേർക്ക്. ചില പിരിവേര് എന്താ പറയുക, ഞാൻ 1 ലക്ഷം ഉറുപ്പ്യ പിരിച്ച എനിക്ക് 40,000 എനിക്ക് 60,000 പള്ളിക്കും. അത് വേറെ ടീം. അത് പിരിവേരാണ്. ഇവൽക്കൊന്നും കൊടുക്കാൻ പാടില്ല കേട്ടോ. അവർക്കൊന്നും കൊടുക്കാൻ പാടില്ല. അത് സക്കാത്ത് സല്ലല്ല. അതോടല്ല പറഞ്ഞത് സക്കാത്ത് സല്ല. അതല്ല സക്കാത്ത് സല്ല നിങ്ങൾ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. ഞാൻ എന്താ പറഞ്ഞ് അള്ളാന്റെ റസൂല് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഗവർണറായി നിശ്ചയിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നീ പാവങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കണം. വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞു. എന്ത് പിടിച്ചെടുക്കണം? നോക്കൂ നിങ്ങൾ, ഖുർആൻ പറഞ്ഞതാ പിടിച്ചോളി. ഖുദ് മിൻ അംവാലി സദഖ. കണ്ട സൂറത്ത് അല്ലാഹ് പറയാ, സൂറത്ത് തൗബയിൽ 103-ാമത്തെ ആയത്ത് കേട്ടോളൂ. ഖുദ് മിൻ അംവാലി, അവരുടെ പണം പിടിച്ചെടുക്കണം. ഖുർആൻ പറയാ എന്തിന്? സദഖത്തൻ സക്കാത്തായിക്കൊണ്ട്. തുതഹിറും വതുതക്കീഹിം ബിഹാ, എന്താ സംസ്കരിക്കുകയും ശുദ്ധീകരിക്കുകയുമാണ്. അപ്പോൾ ഓലെ പൈസ എന്തായി? നീ സക്കാത്ത് കൊണ്ട് പിടിച്ചെടുത്താൽ ഓലെ പൈസ എന്തായി? ശുദ്ധിയായി. അപ്പം സാമ്പത്തിക ശുദ്ധിയും മാനസിക ശുദ്ധിയും അങ്ങനെ തുടങ്ങുന്ന വിശ്വാസ വിശുദ്ധിയും എല്ലാ വിശുദ്ധിയോടും കൂടിയാണ് മയ്യത്ത് പോവുക. അതാ വേണ്ടത്. അതിനാണ് ഈ സക്കാത്ത്. അപ്പം സക്കാത്ത് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളെ ശുദ്ധീകരിച്ച സാധനം, നിങ്ങൾ കഴുകി വൃത്തിയാക്കിയതാ നിങ്ങളെ പൈസ കേട്ടോ. എന്നിട്ടോ അത് നീ വാങ്ങിക്കഴിഞ്ഞാൽ വസല്ലി അലൈഹിം, മുഹമ്മദ് നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സക്കാത്ത് തന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന സലാത്തക്ക സക്കനും ലഹും, നിന്റെ പ്രാർത്ഥന അവർക്ക് ഭയങ്കര സമാധാനം ഉണ്ടാവും. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവരും അറിയുന്നു. ഇപ്പൊ ഇനി ഇവിടുത്തെ ന്യായം എന്താ അറിയും? അടുത്ത ന്യായം ഇതൊക്കെ ഇസ്ലാമിക ഗവൺമെന്റിനാണ്. മൗലവി സാഹിബ്, ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ളിടത്താണ് ഇത് ഇങ്ങനെ പിടിച്ചെടുക്കലും വിതരണം ചെയ്യലും. ഇസ്ലാമിക ഗവൺമെന്റ് ഇല്ലാത്തോടത്തോ ഇപ്പൊ ഈ പള്ളി അടുത്തുന്ന ഇവിടുത്തെ ഗവൺമെന്റ് ആണോ? അല്ല. ഇവിടെ ഇമാമിനെ നിശ്ചയിക്കുന്ന ഇവിടുത്തെ ഗവൺമെന്റ് ആണോ? പക്ഷെ ഇസ്ലാമിക ഭരണരീതിയുള്ള സ്ഥലങ്ങളിൽ ഇമാമിനെ നിശ്ചയിക്കുന്ന ആരാ? ഗവൺമെന്റാ. ഇവിടെ പള്ളി കമ്മിറ്റിയാ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതുപോലെ ഇപ്പൊ ഒരു അനാഥ പെൺകുട്ടി, ആ പെൺകുട്ടിനെ വിവാഹം കഴിക്കാൻ വലിയില്ല എങ്കിൽ ആരാ വലിയാവുക? ഇവിടുത്തെ ഭരണാധികാരികളാണ്. അതിൽ ഇസ്ലാം പറഞ്ഞ്. അപ്പൊ അതെല്ലാം ചെയ്യാൻ ഭരണാധികാരികൾ ചെയ്യാം. പള്ളി നടത്തുന്നത് ആരല്ല? ഭരണകൂടല്ല. ഗൾഫ് രാജ്യത്തോ ഏറ്റവും വലിയ ശമ്പളമാണ് ആരാ? പള്ളിയിലെ ഇമാമ. ഇവിടെ ഏറ്റവും കുറഞ്ഞ ശമ്പളമാണ് ആരാ? പള്ളിയിലെ ഇമാമ. ഇവിടുത്തേക്ക് അറിയില്ല. ഞാൻ പറയാം, പൊതുവെ ഒരു ഇമാമിനെ പള്ളി കമ്മിറ്റി കൊടുത്താൽ പറയാൻ അറിയാം, നമ്മളിവിടെ വലിയതൊന്നുമില്ല, വലിയ കഴിവൊന്നുമില്ല, നിങ്ങളിവിടെ ഒരു സേവനം, നിങ്ങൾക്ക് വനം. അങ്ങനെയാണ് ഒരുവിധം പള്ളി കമ്മിറ്റിക്കാർ. ഇവിടെ പറയാൻ സാധ്യതയില്ല. കാരണം ഇവിടെ പിരിവെന്നെടുക്കേണ്ട കാരണമാണ്. അതുകൊണ്ട് സാധ്യത കുറവാണ്. അതിന് പ്രധാന പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തത് 10-40 കൊല്ലമായിട്ട് പ്രബോധന രംഗത്ത് ശക്തമായി കേരളത്തിൽ എന്താ പറയുക തലയുയർത്തി നിൽക്കുന്ന ഒരു പള്ളിയത്. യാതൊരു അംശമില്ല ഉണ്ടോ? ഇവിടെ കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും അള്ളാഹുവിൻ്റെ ദീനിന്റെ പ്രകാശം കൽബിലേക്ക് ഒരു മനാറ് പോലെ, ഒരു ലൈറ്റ് ഹൗസ് പോലെ അടിച്ച് കറങ്ങുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന് സാധ്യത കുറവാണ്. എന്നാലും പിന്നെ ഗവൺമെന്റ് കൊടുക്കുന്ന ഇസ്ലാമിക ഗവൺമെന്റ് നടത്തുന്ന പള്ളിയിലുള്ള ശമ്പളമൊന്നും ആർക്കും കിട്ടൂല. പിന്നെ അവരാണ് ഏറ്റവും വലിയ ഉദ്യോഗസ്ഥന്മാർ. അവർ പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറം അപ്പീലില്ല. നമ്മളെ നാട്ടിലെ ഇമാം പറഞ്ഞാൽ അപ്പീലല്ല, ഒരു കുപ്പിയിലാവുക. അവിടെ അപ്പീലില്ല എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും അങ്ങോട്ട്. അവര് ഞാൻ തന്നെ അനുഭവസ്ഥനാണ്. ഒരു പള്ളിയിൽ കയറിയപ്പം അവിടെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഉറക്കോതി ഒരു പള്ളിയിൽ നിന്ന്. അപ്പോൾ ഞാൻ നിസ്കാരം കഴിഞ്ഞപ്പം ഈ ഇമാമിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്തഫ്തിഹു സ്വലാത്ത ബിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ആരംഭിച്ചത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ടാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ബിസ്മി കൊണ്ട് ഓതിയത്? അപ്പം മൂപ്പരെടുത്ത വയ്ക്കാൻ എന്താ അറിയാം, മൂപ്പർ കന്തൂറേന്ന് ഫോൺ എടുത്തിട്ട് വിളിക്കുന്ന എന്താ അറിയാം, പോലീസുകാർ വിളിക്കുക, ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, ഒരു തീവ്രവാദിയാണെന്ന് പറയാം. അതെ, അതാണ് അവിടുത്തെ അവസ്ഥ. എന്നെപ്പം കൊണ്ടുപോകും. അപ്പം എൻ്റെ മോൻ എന്നോട് പറഞ്ഞ് ബാഗിട്ട് പോന്നാൾ ഇപ്പം വരും പോലീസുകാർ. കാരണം ഇയാൾ വിളിക്കുന്നവരാണ്, അല്ല ഇതിന് മറുപടിയല്ല. അതുപോലെ അവിടുത്തെ എല്ലാ കാര്യവും അങ്ങനെ. അവിടുത്തെ രാജാവ് ഖലീഫ് എന്താ പറഞ്ഞാൽ അതുപോലെ ദീനൊന്നല്ല അവിടെ. ഇസ്ലാമിക ഗവൺമെന്റ് നിങ്ങൾ വിചാരിക്കേണ്ട അൽ ഇമാറാത്തുൽ അറബിയ അൽ മുത്തഹിദ എന്ന് പറയും, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ. പക്ഷെ വെറുതെ പറയാം.
നിങ്ങൾക്ക് കച്ചവടം ചെയ്യാനുള്ള വളരെ ഉഷാർ സ്ഥല, അത് ശരിയാണ്. പക്ഷെ എന്തല്ല, ഇസ്ലാമികമൊന്നുമല്ല അവിടെ. അതിപ്പോൾ സൗദിയിൽ പോലും അല്ല. അങ്ങനെ ഒരു കാലം കഴിഞ്ഞുപോയി. അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ച നാളുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, നമുക്കെന്ത് ചെയ്യാം, ഇസ്ലാമിക ഗവൺമെന്റ് ഇല്ലെങ്കിലും നമ്മളെല്ലാറ്റിനും കമ്മിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നടത്തിപ്പോണില്ലേ. അപ്പോൾ അതെല്ലാ കാര്യങ്ങളും നടത്തുന്ന പോലെ നമുക്ക് ഇതും സംഘടിതമായി സക്കാത്ത് കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ എന്താണോ സക്കാത്ത് കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് നമുക്ക് നടപ്പിൽ വരുത്താൻ കഴിയും. അതുകൊണ്ട് സമ്പന്നന്മാരായ ആളുകൾ സക്കാത്ത് സെല്ലിന് സക്കാത്ത് കൊടുത്തുകൊണ്ട് സഹകരിക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ കേരളത്തിലെ ഏറ്റവും ചുരുക്കം കേരളത്തിലെ ദാരിദ്ര്യമെങ്കിലും നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ആ വിധം നമുക്ക് പ്രയത്നിക്കണം, അധ്വാനിക്കണം. തീർച്ചയായിട്ടും സാധിക്കും. അപ്പം ഇനി അള്ളാഹ് പറഞ്ഞ ആർക്കാ സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. കേട്ടോളൂ. അള്ളാഹ് പറയാ, ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ. ഇന്നമ സദഖാത്ത്, തീർച്ചയായും സക്കാത്ത് കൊടുക്കേണ്ടത് ലിൽ ഫുഖറാ, ദരിദ്രന്മാർക്കാണ്. ദരിദ്രന്മാർ എന്ന് പറഞ്ഞാൽ ഒരു കഴിവുമില്ല, ജീവിക്കാൻ ബുദ്ധിമുട്ടിയവരാ ഓരാ ഫുഖറാ കേട്ടോ. അല്ലാണ്ട് ബാങ്ക് കൊണ്ടുപോയി പണയം വെച്ച് മോളെ കല്യാണം കഴിച്ച് മുകളിലേക്ക് രണ്ടാമത് പിയാപ്പിൾ കൊണ്ട് രണ്ടാമത്തെ റൂമുണ്ടാക്കി എന്നിട്ട് കടത്തി കുടിക്കാൻ ഓനല്ല, ഓൻ ഫക്കീറല്ല, ഓൻ അള്ളാഹിന്റെ ശത്രുവാ. ഓനൊന്നുമ്പോഴത്തേക്ക് സക്കാത്തിന് വന്നാൽ സക്കാത്തിന് അന്വേഷിക്കുന്ന ആൾക്കാർ പോയി അന്വേഷിക്കണം പേര് എങ്ങനെ ഫക്കീറായി. അല്ലാണ്ട് കുപ്പായം, ഒരു ചളിയുള്ള കുപ്പായവും ഒരു പിന്നെ മുട്ടിന്റെ മേലെ എടുത്ത തുണിയൊക്കെ കൊടുത്തിട്ട് വന്ന് തൊപ്പിയും തലയിൽ വെച്ചിട്ട് വന്നാൽ ഫക്കീറാന്ന് ധരിക്കണ്ട കേട്ടോ. ഓൻ എങ്ങനെ ഫക്കീറായി എന്ന് അറിയണം. ചിലപ്പോൾ മോക്ക് അയ്ബോന്റെ പണ്ടും 100 10 ലക്ഷം ഉറുപ്പിയും കൊടുത്തിട്ട് കല്യാണം കഴിച്ചിട്ട് ഫക്കീറായതാണോ നോക്കണം. ഇസ്ലാമിൽ എന്തില്ല, കല്യാണം കഴിക്കണവർക്കൊന്നും പൈസ കൊടുക്കേണ്ട, സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യം ഇസ്ലാമിലില്ല. അതൊന്നും സക്കാത്തല്ല. നിങ്ങൾ സർക്കാരിന് കൊടുത്തോളി. സക്കാത്ത് നിങ്ങൾ കൊടുക്കരുത്. ചിലവർ ചോദിക്കാൻ അറിയാം, കല്യാണത്തിന് കൊടുക്കാൻ പാടുണ്ടോ? എത്തീമക്കളെ കല്യാണത്തിന്, എത്തീമക്കളെ ആമക്കല്ലേ കൊടുക്കാൻ കുറാൻ പറഞ്ഞ്, ആൺകുട്ടിയേക്കാ കൊടുക്കണ്ടേ. കാരണം എന്താ, ആൺകുട്ടിയല്ലേ മഹർ കൊടുക്കണ്ടേ. ഈ പെൺകുട്ടിക്ക് എന്തായാലും ഒന്നുമില്ലല്ലോ, ഓളിങ്ങോട്ട് വന്നാൽ മതി. പക്ഷെ നമ്മളെ നാട് അത്തനെ തല കുത്തനെ അറിഞ്ഞാൽ നമ്മളത് ഇസ്ലാമിലല്ലേ. നമ്മളത് കല്യാണം കഴിക്കുന്ന പെണ്ണിന്റെ വീട്ടുകാരാണ് എന്ത് ചെയ്യേണ്ടത്, ഇവനെ കെടുക്കാനുള്ള റൂം വരെ ഉണ്ടാക്കേണ്ടത്. കോഴിക്കോടൊക്കെ അല്ലേ, പിയാപ്പിളക്ക് കെടുക്കാനുള്ള റൂം ഓക്കെ എടുക്കട്ടെ, കട്ടിലിന്റെ വീതി അതിന്റെ നീളം ഒക്കെ തീരുമാനിക്കുന്നത് മോളെ കെട്ടുവാനാണ്. എവിടുത്തെ ദീനങ്ങൾക്ക് ഒക്കെ ഒന്ന് മാറണേ. ഇൻഷാ അല്ലാ ലൈലത്തുൽ ഖദറിലൊക്കെ പെട്ട ആള് പിയാപ്പിളായിട്ട് എന്തായാലും മാറും, ഉറപ്പാ. ഓൻ ഭാര്യ വീട്ടിൽ കയറൂല, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോയിക്കോളാം. അല്ലാണ്ട് വെറുതെ അവിടെ പോയി കിടക്കരുത്. എന്നിട്ട് അയാൾ AC ഇട്ട് കേട്ടിട്ട് അയാളെ ചീത്ത അറിയാം. അയാൾ AC കറണ്ട് ബില്ലൊക്കെ അയാൾ അടക്കുക. എന്നിട്ട് അവിടെ കേട്ടിട്ട് അയാളെ പെടുകൾ ചീത്ത അറിയാം. അതാണ് ഇവിടുത്തെ പിയാപ്പിള. എൻ്റെ അമ്മ ശരിയില്ല, എൻ്റെ വാപ്പ ശരിയില്ല, എൻ്റെ ആങ്ങളെ ശരിയില്ല, ബില്ലടക്കുന്ന അയാളല്ല. ഉള്ളത് തിന്നു പോയി അവിടെ തന്നെ. നിങ്ങൾക്ക് എൻ്റെ ഇപ്പോൾ ഉള്ളിൽ ചിരി തരുന്നില്ലേ? കുറേ കാലം തിന്നുകളുടെ കാര്യം ചിരി തരിക, എന്നിട്ട് ചീത്ത അറിഞ്ഞു കൊടുക്കും. പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് അള്ളാഹ് പറയാം, ആർക്കാ സക്കാത്ത് കൊടുക്കേണ്ടത് പറഞ്ഞ്, ഇന്നമ സദഖാത്തുൽ ലിൽ ഫുഖറാഇ വൽ മസാകീൻ. മിസ്കീന്മാർ ആരാ? മിസ്കീന്മാർ യഹ്സബുൽ ജാഹിൽ അന്നഹും അഗ്നിയാ. ഈ മിസ്കീന്മാരെ കണ്ടാൽ ജാഹിലുകളായ വിഡ്ഢികളായ ആളുകൾ വിചാരിക്കും നല്ല പൈസക്കാരനാണ് അല്ലേ. പക്ഷേ ഓൻ പൈസക്കാരനല്ല. ഓനെന്താ, ഓൻ മാനം കാത്ത് ജീവിക്കുന്ന സാധുവാണ്. ഫക്കീർ പറഞ്ഞാൽ മാനൊന്നുമില്ല. ഓൻ എല്ലാവരോടും പറയും എനിക്ക് കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്. മിസ്കീനോ ഓനങ്ങനല്ല, ഓൻ ആരോടും പറയില്ല. ഓൻ സ്വന്തം കാര്യമെന്നല്ലാണ്ട്. പക്ഷെ ഓനെ കണ്ടെത്തി കൊടുക്കണം. അതാണ് ആരുടെ ജോലി? സക്കാത്ത് സെല്ലിന്റെ കേട്ടോ. അല്ലാണ്ട് സക്കാത്ത് സെല്ലിന് പരസ്യം കൊടുത്താൽ പോരാ, ഇവിടെ ബോർഡ് എഴുതിച്ചാൽ പോരാ, അതിന് പണിയെടുക്കണം. ഉണ്ടെങ്കിൽ ഇതാ എന്നിട്ട് അല്ല പറയാ വൽ ആമിലീന അലൈഹ. അതിനുവേണ്ടി ആമിലീങ്ങളാണ് വേണ്ട, ആമിലീങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആരാ? അതിനെന്താ പ്രവർത്തിക്കേണ്ടത്? ഈ ആയത്തിൽ ഇമാം ജലാലൈനി കൊടുത്തൊരർത്ഥം ഉണ്ടാവുന്നു കേട്ടോളികൾ. വൽ ആമിലീന അലൈഹ എന്നുള്ളതിന് അർത്ഥം തഫ്സീർ ജലാലൈനിയാണ് കേട്ടോ. അറബി ഭാഷയിൽ വളരെ ചെറിയ അർത്ഥം കുറിച്ച സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതൻ തയ്യാറാക്കിയ ഒരു തഫ്സീറാണ്, അറബി തഫ്സീറാണ് ജലാലൈനി. അതിലത്തെ അർത്ഥം എന്താ പറയുക? മിൻ ജാനിബ്, പ്രവർത്തകന്മാർ എന്ന് പറഞ്ഞാൽ ഒന്ന് സക്കാത്ത് മുതൽ സൂക്ഷിക്കുക, അത് സൂക്ഷിക്കാനുള്ള വേണ്ടേ, അതാണ് ആദ്യത്തത്. പിന്നെ കാസിം, അത് വീതിക്കുക. ആ സക്കാത്തിന്റെ മുതൽ ഇത്ര ആൾക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന മഹലിൽ ഇത്ര ആളുണ്ട്, ആ ഇന്ന ആളുകൾക്ക് ഇത്ര കൊടുക്കുന്നുണ്ട്, അത് വീതിക്കുക. കാസിം. കാത്തിബ്, അത് എഴുതി വെക്കേണ്ട. കാത്തിബ് എഴുതി വെക്കണം. ആർക്ക് കൊടുത്തു, കൊല്ലം എത്ര കൊടുത്തു, ആൾ എത്ര കൊടുത്തത്, അയാൾ പിന്നെന്തായി, ആ പൈസ കൊണ്ട് എന്തായി, അയാൾ പിന്നെയും ഇത് തന്നെയാണ് പണി പരിശോധിക്കണ്ടേ.
അങ്ങനത്തെ പണികളൊക്കെ എടുക്കണം. പിന്നെ ഹാഷിർ, ശേഖരിക്കുക. എങ്ങനെ കണ്ട ഹാഷിർ, അപ്പൊ ശേഖരിക്കുന്നില്ലേ? സക്കാത്ത് സംഘടിതമായി കൊടുക്കാന്നല്ലേ ഇതിന്റെ അർത്ഥം. അപ്പം സംഘടിതമായി കൊടുത്താലല്ലേ ഇങ്ങനെ കൊടുക്കാൻ കഴിയുള്ളൂ. പണക്കാരനോട് കൊടുക്കട്ടോ, വ്യക്തിപരമായിട്ട് അതിന് വിരോധമൊന്നുമില്ല. പിന്നെ വൽ മുഅല്ലഫത്തി ഖുലൂബും അടുത്ത ആൾ. അപ്പോൾ ആമിലീൻ അലൈഹ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞത് ഇതിനു വേണ്ടി പ്രവർത്തിക്കുക, സക്കാത്ത് ശേഖരിക്കുക, എഴുതി വെക്കുക, കൊണ്ടുപോയി കൊടുക്കുക, ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുക, ഒലിപ്പം ജീവിക്കുന്ന എങ്ങനെ നോക്കുക, ഒരു ഇസ്ലാമിന്റെ ശത്രുവാണോ നോക്കുക, ഇതൊക്കെ പോയി പരിശോധിക്കണം. ഇതൊക്കെ എടുക്കണവരാണ് ആര്? വൽ ആമിലീൻ അലൈഹ. പിന്നെ വൽ മുഅല്ലഫത്തി ഖുലൂബ്. മുഅല്ലഫത്തി ഖുലൂബ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന ആളുകൾ, ഇസ്ലാമിനോട് മനസ്സാകർഷിച്ച, ഇസ്ലാമിനോട് വെറുപ്പില്ല, ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്, കള്ളുടി നിർത്തിയിട്ടുണ്ട്, വേണ്ടാത്ത ഒരു തമ്മാടുത്തുമില്ല, പാവപ്പെട്ടവനായി ജീവിക്കുക, അവന് കൊടുക്കണം, ഓ മുസ്ലിം ആയതാ. അതാണ് മുഅല്ലഫത്ത് ഖുലൂബ് കേട്ടോ. പിന്നെ വഫിർ റിഖാബ്, അത് നമ്മുടെ നാട്ടിലില്ലാത്തതാണ്. അടിമത്ത മോചനം നമുക്കില്ല. ഖുർആൻ പറഞ്ഞ ഒന്ന്. ഇനി വൽ ഗാരിമീൻ, കടം വന്ന് കുടുങ്ങിയവർ, ജീവിക്കാൻ ബുദ്ധിമുട്ടിയിട്ട് കടം കുടുങ്ങിയവർ കേട്ടോ. ജീവിക്കാൻ അന്നന്നത്തെ ദിവസത്തെ അന്നം തിന്നാൻ കഷ്ടപ്പെടുന്ന കടം കുടിക്കും. അല്ലാണ്ട് മൂപ്പരൊരു കാറ് വാങ്ങി എന്നിട്ട് കടം കുടുങ്ങി. അങ്ങനെയാണ് ഇപ്പൊ ഈ ഇരിക്കുന്ന എല്ലാവരും കടത്തിലാപ്പോ. ഇവിടെ ഇപ്പം ഹാലിഡ് വരെ കടത്തിലായിരിക്കും. ഞാൻ ഇപ്പൊ ഇവിടെ കാണുന്നില്ലേ, എല്ലാവരും കടത്തിലാ. ബാങ്കിൽ അവിടെ കടമുണ്ട്, ഇവിടെ കടമുണ്ട് അറിയും അല്ലേ? എനിക്ക് കടമുണ്ട് അറിയും. അതല്ല കടം, ജീവിക്കാൻ കുടുങ്ങിയവൻ. അല്ലാണ്ട് ഞാൻ കാറ് വാങ്ങിയിട്ട് കടമുണ്ട്, ഈ കടമുള്ളവൻ സക്കാത്ത് കൊടുക്കേണ്ട അറിഞ്ഞുണ്ട്. ഇത് അങ്ങനെ ഇസ്ലാമിലൊരു നിയമമുണ്ട്. കടമുള്ളവൻ ഏത് കടം? ജീവിക്കാൻ കുടുങ്ങിയിട്ട് കടം കുടുങ്ങിയവൻ, അല്ലാണ്ട് കാറ് വാങ്ങിയതല്ല. വീട് 4-ാമത്തെ തട്ടിലേക്ക് ഉയർത്തിയവനല്ല. ചിലവര് അങ്ങനെ ഉണ്ട്. അതല്ല അൽ ഗാരിമീനാലെ. പിന്നെ ഒഫീ സബീലില്ല, അള്ളാന്റെ മാർഗത്തിൽ. അള്ളാന്റെ മാർഗം എന്ന് പറഞ്ഞാൽ ആദ്യം അള്ളാന്റെ മാർഗം യുദ്ധം. സക്കാത്തിന്റെ മുതൽ കൊടുക്കേണ്ടത് യുദ്ധത്തിനാണ്. ഫസ്റ്റ് പ്രിഫറൻസ് അതാണ്. ഇപ്പൊ നമ്മളവിടെ യുദ്ധമില്ല, പക്ഷെ യുദ്ധമുള്ള നാടുണ്ട്, നമുക്ക് കൊടുക്കാം. നമ്മളടുത്ത് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഈ പറഞ്ഞ 8 വിഭാഗം ആളുകളെ ഇപ്പൊ അല്ല എണ്ണുന്നത്. ആ 8 വിഭാഗത്തിൽ ഒന്നാണെന്ത്? ഫീ സബീലില്ല. അതിലെന്ത് പെടും? ദഅവത്ത് പെടും. അള്ളാന്റെ ദീൻ പ്രബോധനം ചെയ്യുന്നു, അതിന് പെടും കേട്ടോ. പിന്നെ ആദ്യത്തെ ഇത് ഫസ്റ്റ് ഇത് കൊടുക്കേണ്ടത് യുദ്ധം. രണ്ടാമത്തത് അള്ളാന്റെ ദീൻ പ്രബോധനം ചെയ്യുന്നത്. അത് സംഘടനാ തലത്തിലല്ല കേട്ടോ. പിന്നെ അടുത്തത് ഇബ്നു സബീൽ. പറഞ്ഞാൽ വഴിയാട്ടക്കാർ എന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ പൈസ ഉള്ളതാണ്, പക്ഷെ ഇവിടെ വന്ന് കുടുങ്ങി, പൈസ പോക്കറ്റടിച്ചു, അല്ലെങ്കിൽ കള്ളം കെട്ടുണ്ടേ 5 പൈസ ഗതിയില്ല. ഓനക്ക് സക്കാത്തിന്റെ ഒരു ഓഹരിയാണ് കൊടുക്കുക കേട്ടോ. ഓനതിന് കൊടുക്കണം. അതല്ല പറയാം. ഇതൊക്കെ പണ്ടല്ല പറഞ്ഞിട്ട് അറിയാം. ഫരീദത്തും മിനല്ലാഹ്, അതെല്ലാം അള്ളാഹു നിർബന്ധമാക്കിയ ഓഹരിയാണ്. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹുവിനെല്ലാം അറിയാം, തത്വജ്ഞാനിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് അള്ളാഹ്ക്കറിയാം. ഇത്രയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 8 വിഭാഗത്തിലാണ് സക്കാത്ത് കൊടുക്കുന്നത്. ഇനി എൻ്റെ ആങ്ങൾ കൊടുക്കണോ, എൻ്റെ വാപ്പ കൊടുക്കണോ, എൻ്റെ പെങ്ങൾക്ക് കൊടുക്കണോ, എൻ്റെ അളിയൻ കൊടുക്കണോ, ഓല് കഴിവില്ലാത്തല്ല, ഇവർക്ക് കഴിവില്ലാത്തല്ല, ഓല് കൊടുക്കണോ, ഈ 8 പെടുമോ നോക്കാദ്യം. ഞാൻ ഇപ്പൊ പറഞ്ഞേ, എന്നിട്ട് കൊടുത്തോ. എൻ്റെ അളിയന് ഫക്കീറാണോ? കൊടുത്തോ. എൻ്റെ എളാപ്പ മിസ്കീനാണോ? കൊടുത്തോ. നീ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമല്ലാർക്കാ. നിന്റെ ചെലവ് കൊടുക്കൽ നിനക്ക് നിർബന്ധമായ ഒരു കുടുംബത്തിലുള്ള ആൾക്കും സക്കാത്ത് കൊടുക്കാൻ പാടില്ല. ഭാര്യ കൊടുക്കാൻ പാടില്ല സക്കാത്ത്. ഉമ്മക്കും ബാപ്പവും മോൻ സക്കാത്ത് കൊടുക്കാൻ പാടില്ല, കാരണം ഓന് നോക്കേണ്ട ആളാ. അതുപോലെ ഉമ്മയും ബാപ്പയും മക്കൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല, അതൊന്നും പറ്റില്ല. അത് സക്കാത്ത് കൊണ്ട് നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ട കുടുംബത്തിലുള്ള ആർക്കും സക്കാത്ത് കൊടുക്കാൻ പാടില്ല, ഈ 8 വിഭാഗത്തിലല്ലാണ്ട്. അതുകൊണ്ട് ആ സക്കാത്തെല്ലാം കൊടുത്ത് വിശുദ്ധരിൽ വിശുദ്ധരായി ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല ആ നിലക്ക് സാമ്പത്തിക വിശുദ്ധിയും ശാരീരിക വിശുദ്ധിയും മാനസിക വിശുദ്ധിയുമെല്ലാം നേടി എല്ലാ അനുഗ്രഹങ്ങളും റമളാന്റെ നേടിയെടുത്തുകൊണ്ട് മരിച്ചു പിരിയാൻ സാധിക്കുന്ന മുത്തക്കികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി ശുറഫാ അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയം നിറഞ്ഞ വിശ്വാസികളെ, ഇതുവരെയും ഞാൻ ചർച്ച ചെയ്തു വന്ന വിഷയം എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് സംഘടിതമാണ്. ഈ സംഘടിതമായിട്ടാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന കാര്യത്തിൽ സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എന്ത് പറയുന്നു എന്നും കൂടി ഒന്ന് കേട്ടോക്കാം. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഇമാം നവവി, അദ്ദേഹം 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി, അല്ലാമ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശറഹുൽ മുഹദ്ദബിൽ പറയുന്നു, യജൂസു ലി റബ്ബിൽ മാൽ,
സമ്പത്തിന്റെ ഉടമസ്ഥന് അനുവദനീയമാണ് അൻ യുഫ്രിക സകാത്തൽ അംവാലിൽ ബാത്തിന ബി നഫ്സി, രഹസ്യമായിട്ട് സ്വന്തമായിട്ട് തന്നെ വ്യക്തിപരമായി തന്നെ സക്കാത്ത് കൊടുക്കൽ അനുവദനീയമാണ്. എന്നാലോ യജൂസു അൻ യുവക്കില മൻ യുഫരിക, സക്കാത്ത് കൊടുക്കാൻ ഒരു വ്യക്തിയെ, വിശ്വസ്തനായ ഒരു വ്യക്തിയെ ഏൽപ്പിക്കുകയും ചെയ്യുക. ഒരു വ്യക്തിയെ ഏൽപ്പിക്കുക, മൻ അങ്ങനെ അൻ യുവക്കില ഏൽപ്പിക്കാം, മൻ ഒരാളെ, എങ്ങനെ യുഫരിക വീതിച്ചു കൊടുക്കാൻ, സക്കാത്തോ കൊടുക്കാനൊക്കെ ഒരാളെ, എനിക്ക് എന്നെ വിശ്വസിച്ച ഒരാളെ ഏൽപ്പിക്കാം. ലി അന്നഹു ഹക്കുമാലിൻ, കാരണം അയാൾ ആ സമ്പത്തിന്റെ ഉടമസ്ഥൻ, അയാൾക്ക് ചെയ്യാൻ അധികാരമുണ്ട്, അല്ലാഹ് അനുവദിച്ചതാണ്. അത് കൊടുക്കാം. അങ്ങനെ ഒരാളെ ഏൽപ്പിക്കുക, ഞാൻ നിന്റെ സക്കാത്തിന്റെ പൈസ താ, അങ്ങനെ ചെയ്യണമില്ലേ? അറബികളൊക്കെ ചെയ്യാറുണ്ട്. അത് നിങ്ങൾ ഇത്ര ലക്ഷം റുപ്യ നാട്ടിൽ കൊടുത്താളി, ഇവിടെ അങ്ങനെ കൊണ്ടുവരുന്നില്ലേ? ഉണ്ട്. അതിനും വിരോധമല്ലെന്നാ. പിന്നെയോ യജൂസു അനുവദനീയമാണ് അൻ യുവക്കില മൻ യുഫരിക ലി അന്നഹു ഹക്കുമാൽ, ഒരു വ്യക്തിയെ വിശ്വസ്തനാവണം, അതാവശ്യത്തിൽ അയാളെ ഏൽപ്പിക്കുകയും ചെയ്യാം. പിന്നെയോ അടുത്ത കാര്യം പറയാം, ഫജാസ അൻ യുവക്കില ഫി ആദായി, അത് നിർവഹിക്കാൻ അയാൾക്ക് ഒരു വ്യക്തിനെ ഏൽപ്പിക്കൽ അനുവദനീയമാണ്. യജൂസു അൻ യുദ്ഫ ഇലൽ ഇമാം, ഭരണാധികാരിയെ ഏൽപ്പിക്കാം. ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ഓൽക്ക് ഏൽപ്പിക്കാം. ഉണ്ടോ? ധാരാ പറഞ്ഞത് ഇമാം നവവി തന്റെ ശറഉൽ മുഹദ്ദിബിൽ. ലി അന്നഹു, കാരണം ഭരണാധികാരി എന്ന് പറഞ്ഞാൽ നായിബുൻ അനിൽ ഫുഖറ, ദരിദ്രന്മാരുടെ പകരക്കാരാണ്. ഭരണാധികാരി ആരാണ്? ദരിദ്രന്മാരുടെ പകരക്കാരാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. എന്നിട്ട് പറയാം ഫജാസത് ദഫ ഇലൈഹി, അതുകൊണ്ട് വലിയിൽ യത്തീം, ഏതുപോലെ യത്തീമായ മനുഷ്യൻ പെൺകുട്ടികൾക്ക് വലിയില്ലാതിരുന്നാൽ ഭരണാധികാരിക്ക് വലിയാകാൻ പറ്റും എന്നതുപോലെ ഇത് പറഞ്ഞതാ കേട്ടോ. എന്നിട്ട് പറയാ റസൂൽ പറഞ്ഞെന്താ, ആ സുൽത്താൻ വലിയുൻ, ഭരണാധികാരി വലിയാണ്, മല്ല വലിയലോ, വലിയില്ലാത്ത കുട്ടികൾക്ക് ഭരണാധികാരി വലിയാണ്. അതുപോലെ എന്ത് ഭരണാധികാരികളെ ഏൽപ്പിക്കാതെക്കാത്തിന് മുതൽ ആരാ പറഞ്ഞത്? ഇവിടുത്തെ മൊയ്ലിയന്മാരും പുരോഹിതന്മാരും എന്താ അങ്ങനെ പറയാൻ കാരണം? അവർക്ക് കിട്ടുന്നത് കുറയും. അപ്പൊ അവരെന്ത് ചെയ്യും? കൊടുക്കാൻ പാടില്ല, ഹലാലല്ല, ജായിസല്ല, സക്കാത്ത് വീടൂല, നിലവിളിക്കുക കേട്ടിട്ട്. എന്താ കാരണം? അത് ഖുർആൻ പറഞ്ഞതാ. അതാണല്ലോ ഇപ്പൊ പറഞ്ഞത്, ഇന്ന കസീറ മിനൽ അഹ്ബാരി വർ റുഹ്ബാൻ, പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഇത് ചെയ്യുന്നില്ല, യഅ്കുലൂന അംവാൽനാസ്, ജനങ്ങളുടെ മുതൽ തിന്നാൻ വേണ്ടി അവരെന്ത് ചെയ്യാ? നിലവിളിക്കുക. യസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ മാർ. ആരൊക്കെ മുമ്പൊക്കെ സക്കാത്ത് അങ്ങനെ വലിയ കുറഞ്ഞ സക്കാത്തേ കിട്ടുള്ളൂ, ഇപ്പോഴത്തെ കാര്യമൊന്നുമല്ല. മുമ്പ് സക്കാത്ത് കിട്ടുന്നത് മുസ്ലിം ഉസ്താദന്മാരായ ആളുകൾക്ക്, ഇന്നെപ്പോലത്തെ ഉസ്താദന്മാരായ ആളുകൾക്ക് കിട്ടിയാൽ എന്തിനു പറ്റുമെന്നറിയോ? തുണി നീലം മുക്കാനുള്ള പൈസ കിട്ടുള്ളൂ. അന്ന് അതാ നീലം മുക്കാത്ത തുണിയാണ് ഉസ്താദന്മാർ എടുക്കുക. സക്കാത്തിന്റെ പൈസയും സദക്കന്റെ മൗലവും കിട്ടി വേണം തുണി നീലം മുക്കാൻ, അത്രേ ഉണ്ടാവുള്ളൂ. ഇപ്പം അതല്ല. ഇപ്പം പൈസക്ക് ഒരു നിലവാരമില്ല, ആർക്കും പൈസ കണ്ടതാണ്, അത് വേറെ രസമാണ്. പക്ഷെ എല്ലാവരും തെണ്ടുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞു, കൊടുക്കുന്നവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു, തെണ്ടി വാങ്ങുന്നവൻ തെണ്ടി വാങ്ങിക്കൊണ്ടിരിക്കുന്നു, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് പോരാ, മാറണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പരിശുദ്ധ റമദാനിൽ ഒരു സക്കാത്ത് കൂടി അല്ലേ നോമ്പുകാരനുണ്ട്. അതെന്താ? ഫർള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ സക്കാത്തും ഇസ്ലാം നിർബന്ധാക്കിയിട്ടുണ്ട്. ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. ആർക്ക്? പൈസക്കാരനല്ല കേട്ടോ, നോമ്പ് നോറ്റോൾക്ക്. പെരുന്നാൾ ദിവസത്തെ ചെലവ് കഴിച്ച് ബാക്കി കൊടുക്കാൻ ബാക്കിയുള്ളവരൊക്കെ കൊടുത്തോളണം. പെരുന്നാളിന് അയാൾക്കും അയാളെ കുടുംബത്തിന് തിന്നാനുള്ള മുതലുണ്ടെങ്കിൽ ആ ആൾ കൊടുത്തോളണം കേട്ടോ. അതെത്ര കൊടുക്കേണ്ടത്? സാ മിൻ തംർ, ഒരു സാഹ് കാരക്ക, റസൂലുള്ളാഹിന്റെ കാലം. ഔ സാ മിൻ ഷഈർ, അല്ലെങ്കിൽ ഒരു സാഹ് ഗോതമ്പ്, ബാർലി, ഗോതമ്പ്, കാരക്ക, അതൊക്കെ നബിന്റെ കാലത്ത് കൊടുത്തിരുന്നു. കാരണം അവരുടെ ഭക്ഷ്യവാദി അതാണ്, അവർ കാര്യമായി ഭക്ഷിക്കുന്ന അതാണ്. അതുകൊണ്ട് അതിനാ കൊടുക്കും. അപ്പോൾ ഒരു സാഹ കൊടുക്കാൻ പറഞ്ഞു. ഒരു സാഹ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മാക്സിമം വന്നാൽ 2,500 ഉണ്ടാവും. 2 കിലോനും 500 ഗ്രാം മാക്സിമം. അപ്പോൾ ഒരാളിൽ നിന്ന് 2 കിലോ ഒരു ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട വ്യക്തി കൊടുക്കേണ്ടത് 2 കിലോനും 500 ഗ്രാമാണ് കേട്ടോ. അതിന് ഇത്താത്ത അഞ്ചത്തിക്കും ഇത്താത്തക്കും കൊടുത്ത് ഉമ്മ മോക്കും കൊടുത്ത് വീട്ടണ്ട. അത് ഇതുപോലത്തെ ഈ 8 വിഭാഗങ്ങൾക്ക് എത്തണം. ഏത്? ഫിത്ർ സക്കാത്തും. സക്കാത്തിന്റെ മുതൽ ഖുർആൻ പറഞ്ഞ പോലെ തന്നെ ഈ 8 വിഭാഗത്തിന് ആർക്കെത്തണം? എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് 8 വിഭാഗത്തിനും പ്രാധാന്യം കൊടുക്കുന്നത്, ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഫക്കീറന്മാർക്കാണ്, ദരിദ്രന്മാർക്ക്. കാരണം ഈ അരി കിട്ടിയാൽ ഓൽക്കൊരു സന്തോഷം ഉണ്ടാവും, ഓൽക്ക കൊടുക്കേണ്ടത് കേട്ടോ. ഇനിയോ അതെന്തിനാ ഈ സക്കാത്തുൽ ഫിത്ർ റമദാനിന് കൊടുക്കുന്നത്? അതിന്റെ കാര്യം പറയാം. റസൂലുള്ളാഹി ഫർള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ തുഹറത്തൽ ലിസായിം, നോമ്പുകാരനെ ശുദ്ധീകരിക്കാൻ.
മിനൽ ലഗവി വർ റഫസ്, അവന്റെ ജീവിതത്തിൽ വന്നുപോയ മോശമായ ചെറിയ ചെറിയ ചിന്തകൾ, മോശമായ പ്രവർത്തനങ്ങൾ. ചിലപ്പോൾ ഒന്നുമില്ല, ഒരു കളവ് പറഞ്ഞു പോയി, കളവ് പറഞ്ഞാൽ നോമ്പ് പോകും അല്ലേ? പക്ഷെ അത്തരം ചെറിയ ചെറിയ നിസ്സാരമായ തെറ്റുകൾ വന്നു പോയാൽ അതിൽ നിന്ന് ശുദ്ധീകരിക്കാനാണ് ഫിത്ർ സക്കാത്ത് കേട്ടോ. അത് അങ്ങനെ ചെയ്യേണ്ടത് തുഅമത്തല്ലിൽ മസാക്കീൻ, പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണം ഉണ്ടാവും മിസ്കീന്മാർ. പിന്നെ മൻ അദ്ദാഹ ഖബല സലാത്ത്, പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പ് അത് കൊടുത്താൽ അതെന്താണ്? ഫഹിയ സക്കാത്തു മഖ്ബൂല, അല്ലാഹ് സ്വീകരിക്കുന്ന സക്കാത്താണ്. അതാണ് ഫിത്ർ സക്കാത്ത്. ഒമൻ അദ്ദാഹ, അതിന് ശേഷം ആരെയും കൊടുത്താലോ ഫഹിയ സദഖത്തു മിൻ സദഖാത്ത്, അത് വെറും ദാനാർമാവുള്ളൂ, സക്കാത്താവില്ല, ഫിത്ർ സക്കാത്താവില്ല. ഫിത്ർ സക്കാത്ത് എന്തിനു വേണം? പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് കൊടുക്കണം കേട്ടോ. ശേഷം കൊടുത്താൽ സദഖയാവുക, മനസ്സിലായി? ഇനിയോ 2 ദിവസം മുമ്പ് കൊടുക്കാനാണ്, പെരുന്നാളിന്റെ 2 ദിവസം മുമ്പ് കൊടുക്കാം. പക്ഷേ അതെന്നാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനെ 2 ദിവസം മുമ്പ് കൊടുക്കാന്ന്. അപ്പം അതുകൊണ്ട് അതാ ആ പാവപ്പെട്ട ആളുകൾക്ക് പിന്നെ എന്തില്ല, മുമ്പൊക്കെ ഫിത്ർ സക്കാത്തിന്റെ അരിക്കരെ രാത്രി മാസം കണ്ടാൽ തെണ്ടുവരുന്നു അല്ലേ? ഇതൊക്കെ ഇല്ലാണ്ടാക്കിയ ആരാ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. ഈ സംഘടിത സക്കാത്ത് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയ ആളുകൾ തന്നെയാണ് അതും ഇല്ലാണ്ടാക്കിയത്. മറ്റ് മഗ്‌രിബ് കിട്ടായ സഞ്ചിയിട്ട് പെണ്ണുങ്ങൾ ഇറങ്ങുക, ഓലെ കൂടെ 4-5 കുട്ടികളും ഉണ്ടാവും. നിങ്ങൾക്ക് പഴയത് ഓർമ്മ ഉണ്ടാവും, ഒരു 10 കൊല്ലം 20 കൊല്ലം മുമ്പുള്ളത് അല്ലേ? ഒരു 20 കൊല്ലം മുമ്പ് പിറകോട്ട് പോയാൽ 2 പെണ്ണുങ്ങൾ, ഓലെ കൂടെ ഒരു 5-10 കുട്ടികളും, അത് അടുത്തടുത്ത പറയുള്ള അതിൻ്റെ കയ്യിലൊക്കെ സജ്ജി ഉണ്ടാവും. എന്നിട്ട് നല്ലോണം മുതലുണ്ടാക്കി, ഓൾക്ക് നല്ല സുഖ. അപ്പൊ ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന വീടുണ്ടാവും, ഓലെ ഗേറ്റൊക്കെ അത് പൊളിച്ചിട്ടാണ്. അത്ര ഇടങ്ങറേ അനുഭവിച്ചോണ്ടാവും ഇപ്പം ഞാൻ പറയുമ്പോൾ. പക്ഷേ അതൊന്നും ഇസ്ലാമികമായി സക്കാത്താവില്ലട്ടോ, അതൊക്കെ കൊണ്ടു കൊടുക്കണം. ഞാൻ പറഞ്ഞ മിസ്കീന്മാരെ പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കണം, ഫക്കീറന്മാർ ഓർക്കേ കൊടുക്കാവൂ കേട്ടോ. അതുകൊണ്ട് ഈ 8 വിഭാഗക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നാൽ അതിൽ ദരിദ്രന്മാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ ഫിത്ർ സക്കാത്തൊക്കെ നിർവഹിച്ച് പരിശുദ്ധ റമളാനിലെ വ്രതമെല്ലാം അനുഷ്ഠിച്ച നമ്മളിൽ നിന്നെല്ലാം അള്ളാഹു ഇതെല്ലാം കബൂൽ ചെയ്ത് നമ്മെ അള്ളാഹു അവൻ്റെ സ്വർഗത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധന രംഗത്ത് കഴിഞ്ഞുപോയ ഇന്നലകളിലെ ഉലമാക്കന്മാരും ഉമറാക്കന്മാരുമായ യാത്ര പോയ മുഴുവൻ പണ്ഡിതന്മാർക്കും അള്ളാഹു പരലോകത്ത് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ എല്ലാ സാലിയായ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അർഹമുറാഹിമിനായ റബ്ബ് അവൻ്റെ മഹത്തായ മഹളായ ഫഹല് കൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. ചെറുതും വലുതുമായി നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും റഹ്മാനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ കുടുംബാംഗങ്ങളെ പരലോകത്ത് വെച്ച് സ്വർഗത്തിൽ വെച്ച് കാണാനുള്ള വിധി അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ألحقنا مع الصالحين، اللهم ألحقنا مع الصالحين، اللهم ألحقنا مع الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.